ഹലോ. നിങ്ങൾ വിചാരിക്കല്ലേ ഈ രാത്രി എന്തിനാ ഈ ഒരു വീഡിയോ എന്നുള്ളത്. ഞാനിപ്പോൾ ചായ കുടിക്കുന്നതേ ഉള്ളൂ. സമയം ഒന്ന് കാണിച്ചു പോലെ കറക്റ്റ് ഈ കഥ അടിച്ചേരാ. കറക്റ്റ് 10:40 അപ്പോൾ ഈ സമയത്താണ് ഞാൻ വീട്ടിലേക്ക് വരുന്നതും ചായ കുടിക്കുന്നതും. അതിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നു. കുളിച്ചിട്ടില്ല, കുളിച്ചിട്ട് അങ്ങനെ തന്നെ വന്ന് നിൽക്കുവാണ്. അപ്പം മമ്മിക്ക് മോംസ് കാർട്ടിലേക്ക് രാവിലത്തേക്ക് സാമ്പാറിനുള്ള കാര്യങ്ങളൊന്ന് അരിഞ്ഞു വെക്കുക. കാരണം മമ്മിക്കും കൈക്ക് ഭയങ്കര വേദന. അപ്പം ഞാൻ കുറച്ചൊക്കെ മമ്മിനെ എല്ലാ ദിവസങ്ങളിലും വൈകിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാറുള്ളതാണ്. കണ്ടല്ലോ നിങ്ങൾ ഈ കണ്ട പച്ചക്കറി എല്ലാം അരിഞ്ഞു വെക്കി വെച്ചിട്ട് വേണം എനിക്ക് കിടക്കാനായിട്ട് പോകാൻ. എങ്ങനെ പോലെ കിടക്കുമ്പോൾ ഒരു 12 മണിയൊക്കെ ആകും. പിന്നെ രാവിലെ അതുപോലെ തന്നെ ഈ ഏത്തപ്പഴമൊക്കെ രാവിലെ നമ്മുടെ ടീ ബ്രേക്കിലേക്ക് ഞാൻ ഇവിടുന്ന് പുഴുങ്ങിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ചമ്മന്തിയൊക്കെ അരച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റ് ചെയ്തിട്ടാണ് രാവിലെ 8 മണിക്ക് മോറൂട്ടിൻ്റെ സ്കൂളിലാക്കിയിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോകുന്നത്. പറയുന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അത്രയധികം ബാധ്യതകൾ മുമ്പിലുണ്ട്. ഏകദേശം നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു 1 CR മുകളിൽ ബാധ്യതയുള്ള ഒരാളാണ്. പിന്നെ എന്നെ മാത്രം വിശ്വസിച്ചാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഒരു ആൾ ഇൻവെസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ വിജയിപ്പിക്കാനും ഈ ബാധ്യതകൾ ഒരു സൈഡിൽ കൂടെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് പറ്റിയ പോലെ പണിയെടുക്കുന്നുണ്ട്. മക്കളെക്കാളും കഷ്ടമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിൽ പോകുന്നതോ നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മൾ ചെയ്യുകയും ചെയ്തിട്ട് നമ്മുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്കത് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. അത് കാണുമ്പോൾ ഈ ശത്രുക്കൾ കിടന്ന് ഇളകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്ത് ബുദ്ധിമുട്ടാണ് ഈ കാണിക്കുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആർക്കും ഒരു ദ്രോഹത്തിനും പോയിട്ടില്ല, ഒന്നിനും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. എൻ്റെ മോംസ് കാർട്ടും എൻ്റെ ഷോപ്പുമായിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇത്രയും അധികം ലേബേഴ്സിനെ സെറ്റ് ചെയ്യുക, ഇത്രയും അധികം ഒരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് റൺ ചെയ്യുക, ഒരു ഷോപ്പിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് പോവുക, വീടിൻ്റെ ചുമതലകൾ നോക്കുക, ഒരു ഹോട്ടലുണ്ട് വീട്ടിൽ അത് നടത്തിക്കൊണ്ട് പോവുക, അതിന് വേണ്ടുന്ന സപ്പോർട്ട് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അതിന് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കൊണ്ട് പറ്റുന്നതിൻ്റെ 3 സ്ത്രീകൾ ചെയ്യുന്ന ജോലിയാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരാളായിട്ട് ചെയ്ത് നോക്കുന്നത്. കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ കുടുംബത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇത്രയും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനും എൻ്റെ ഭാര്യ ഇവിടെ എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ 25,000 രൂപ റെൻ്റാണ്, 10,000-12,000 രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഭാരിച്ച് എനിക്ക് ഒരു മാസത്തിൽ 1,00,000 രൂപയിലാണ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്രയും കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നടന്നിട്ടാണ്. 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവരുടെ എക്സ്പെൻസസ് എല്ലാം വഹിച്ചുകൊണ്ട് പോകാനായിട്ട് എനിക്ക് എൻ്റെ മോംസ് കാർഡ് ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മോംസ് കാർഡ് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. എൻ്റെ വീട്ടിലെ ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി കാണുമ്പോൾ എന്തിനാണ് ഈ കിടന്ന് അസൂയം കൊണ്ട് ഓരോന്ന് കാണിക്കുന്നത് ചോദിച്ചാൽ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കറിയില്ല. ഞാൻ ആർക്കും ഒരു ദ്രോഹം കൊണ്ട് ചെയ്യാനും പോയിട്ടില്ല. ഞാൻ ഒന്നിനും പോകുന്ന ഒരു വ്യക്തിയല്ല. ഞാനിപ്പോൾ ഈ രാത്രിയിൽ ശരിക്കും പറഞ്ഞ സത്യം സങ്കടത്തോടു കൂടി പറയുവാണ്. ഈ രാത്രിയിൽ എന്താ ചായ കുടിക്കേണ്ടതേ ഉള്ളൂ, സമയത്തിനായി. കാരണം ഷോപ്പ് 8:45-9 മണിയാകുമ്പോൾ ഷോപ്പ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു യൂണിറ്റിൽ പോയിട്ട് അവിടെ നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കി അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. പിന്നെ ഈ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കുറേ വീട്ടിൽ കുറേ ഹെൽപ്പുകൾ ചെയ്യുന്നു. അതേപോലെ എൻ്റെ സിസ്റ്റർ 2 കുട്ടികൾ എൻ്റെ കൂടെ ആണ്. എൻ്റെ മോനുണ്ട്, എൻ്റെ മോളുണ്ട്, എൻ്റെ മമ്മിയുണ്ട്. മമ്മിക്കാണെങ്കിൽ കുറച്ച് വയ്യായികയും കൂടിയുണ്ട്. അപ്പം ഇതെല്ലാം കൂടി കൊണ്ടിട്ട് ഞാൻ വളരെയധികം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ലേഡിയാണ്. ദൈവത്തെ വിചാരിച്ച് എന്നെ ഉപദ്രവിക്കരുത്, ഒരു രീതിയിലും എന്നെ ആരും സഹായിക്കണ്ട. എന്നെ ആരും ഉപദ്രവിക്കാതിരിക്കുക മീൻസ് നമുക്കറിയാം നമുക്കിത് ഏത് രീതിയിലാണ് ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്, നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഏത് രീതിയിലാണ് ഉപദ്രവിക്കുന്നത്. എന്തിനാണ് ഈ ഉപദ്രവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ല. കാരണം ഇത്രയൊക്കെ ആയോ, അവൾ ഇത്രയൊക്കെ കയറിയോ, അവൾ ഇത്രയൊക്കെ രക്ഷപ്പെട്ടോ എന്നുള്ള വെപ്രാളവാ. എവിടെ രക്ഷപ്പെടാനോ? ഒരു കട തുടങ്ങിയിട്ട് 6 മാസം ആകുമ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കയറണ്ടേ? അതിന് സമാധാനത്തോടെ നമുക്ക് തറയിൽ നിന്നല്ലേ ഓരോരോ കാര്യം. അതിനിടയ്ക്ക് കുറേ കേസുകൾ, കുറേ ചെക്ക് കേസുകൾ, പോലീസ് സ്റ്റേഷനിൽ പോകും, അതിൻ്റെ ഇടയ്ക്ക് കോടതിയിൽ പോകും, അതിൻ്റെ ഇടയ്ക്ക് കടം തന്ന ആൾക്കാരുടെ വിളി, അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങൾ എല്ലാം കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയും ഒരു മനുഷ്യനെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നതിൻ്റെ അപ്പുറം ഞാൻ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട് ഓരോ ദിവസങ്ങളിലും. അത് പോയിട്ടാണ് എൻ്റെ വർക്കിൻ്റെ സ്ട്രെസ്സ്. കാരണം ഓരോ പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന ഓരോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണ്. എൻ്റെ ഓരോ കുർത്തീസ്, എൻ്റെ ഓരോ പ്രോഡക്റ്റ് എൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ മുമ്പ് പ്രസവിച്ച് നമ്മൾ വയ്ക്കുന്ന ഒരു കുഞ്ഞ് എങ്ങനെയാണോ അതുപോലെയാണ് എൻ്റെ ഓരോ പ്രൊഡക്റ്റിനെ ഞാൻ അത്ര വാത്സല്യത്തോട് സ്നേഹിച്ച് അങ്ങനെ കരളാളനോടുകൂടിയാണ് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ വെളിയിൽ ഇറക്കുന്നത്. അതിന് നമുക്കൊരു മനസ്സുണ്ടാവണം, നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വർക്ക് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. അതെൻ്റെ പാഷനാണ്. ഞാൻ അത്രയും അധ്വാനിക്കും. എനിക്ക് ഒരു മടിയുള്ള വ്യക്തിയല്ല. അപ്പം എനിക്ക് ശാരീരികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്
വന്നാൽ മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ മടിയുള്ളൂ. അതല്ലാത്തിടത്തോളം കാലം എനിക്ക് ജോലി ചെയ്യാൻ എനിക്ക് യാതൊരു മടിയില്ലാത്തൊരു വ്യക്തിയാണ്. ഓടി നടന്ന് ഞാൻ എല്ലാ പണിയും ചെയ്യുന്ന ആളാണ്. അതിപ്പോൾ വീട്ടിലാണെങ്കിലും ഞാൻ ഒരു പവറും കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. യാതൊരു വിധത്തിലുള്ള പവറും കാണിക്കാണ്ട് പണിക്കാർക്കും ജോലിക്കാർക്കും സ്റ്റാഫുകൾക്കൊക്കെ ഒപ്പം നിന്ന് അവരുടെ കൂടെ പണിയെടുക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് എപ്പോഴും അങ്ങനെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറുള്ള വ്യക്തിയല്ല. എൻ്റെ നില കെടുമ്പോൾ മാത്രമേ ഞാൻ ഇപ്പോൾ സ്റ്റാഫുകളോടാണെങ്കിലും പോലും എന്തെങ്കിലും ഞാനൊന്ന് സംസാരിക്കുകയുള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ വെറുതെ വിടണം. അതായത് ഈ ആരെ കാണുന്നുള്ളത് എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നത്. എന്നെ വെറുതെ വിടുക, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വേറൊരു രീതിയിലും ഒരു മന്ത്രവാദവും ചെയ്ത് ദൈവത്തെ വിചാരിച്ച് എന്നെ ഉപദ്രവിക്കരുത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് രക്ഷപ്പെടണം. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ബാധ്യതകൾ തീർക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ മോനെ ഒരു സെറ്റിലാക്കണം, എൻ്റെ മോൾക്ക് ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം, എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളെ 2 പേരെയും കൂടി എനിക്ക് അവരെയും കൂടി ഒരു കരയെ എത്തിച്ചു കൊടുക്കണം. അതിനൊക്കെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താണ് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഇടയിൽ എൻ്റെ ബാധ്യതകൾ തീർക്കണം. എന്നെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാതെ എനിക്ക് പൈസ തന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഒരു കണക്കിന് അവർക്ക് എന്നെ ചിലപ്പോൾ മേ ബി ശമിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും എനിക്ക് ഏൽക്കില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ട് കുറേയൊക്കെ അവർക്ക് അതിനകത്തു നിന്നൊക്കെ ഇൻകം ഒരുപാട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒരു ദിവസം 10,000 rupees വെച്ചിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അന്ന് അതൊരു കാരണമായിരുന്നു. പിന്നെ നമുക്ക് എല്ലാ മനുഷ്യർക്കും ബിസിനസ്സാണ്, വീഴ്ചകളുണ്ടാവും, നേട്ടങ്ങളുണ്ടാവും, കോട്ടങ്ങളുണ്ടാവും, എല്ലാം ഉള്ളതാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് അതങ്ങനെ പോകണ്ട മോനെ കൂടെ പൊക്കോ, അമ്മ കട്ടി നീ പൊക്കോ. എൻ്റെ പുത്രൻ, എൻ്റെ വൈക്കിങ്, അവനിലാണ് എൻ്റെ പ്രതീക്ഷ. അവൻ എപ്പോഴും പറയും ഞാൻ ക്രിക്കറ്റ് കളിച്ച് വന്നിട്ട് എൻ്റെ അമ്മയുടെ സകല പ്രശ്നങ്ങളും ഞാൻ തീർത്തും, അമ്മേനെ ഞാൻ ഒരിടത്ത് ഇരുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. വയസ്സ് 18 ആവാറായിട്ടുണ്ട്. മേ ബി അതിൻ്റെ ഒരു പ്രതീക്ഷയാണ്, അവനിലാണ് എൻ്റെ പ്രതീക്ഷ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ പിന്നെ സർവീസിക്കുന്ന ദൈവം നമുക്ക് തരുന്നതാണ് അല്ലേ എല്ലാം. വിധിപേട്ടിൽ ഒരു ഡയറി ഫസ്റ്റ് എനിക്ക് കൊണ്ട് തന്നായിരുന്നു കേട്ടോ. ആ ഡയറിക്കകത്ത് ഒരു വേർഡ് ഉണ്ട്. എക്സാക്ട് ആ വേർഡ് ഞാൻ നിൽക്കുന്ന നാളെ ഞാൻ എൻ്റെ ഡയറി ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ആ ഡയറി ഒരു പ്രാവശ്യം എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. സക്സസിൻ്റെ ഹാർഡ് വർക്ക് അതിനെ സംബന്ധിച്ചൊരു ഡയറിയാണ്. അത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വിധിപേട്ടിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്ലാനിങ് ചെയ്ത സമയത്ത് എനിക്ക് ആദ്യമായിട്ട് തന്നൊരു ഗിഫ്റ്റാണ് ഒരു മാതാവ് അതിൻ്റെ കൂടെ ഈ ഒരു ഡയറി. ഇത് രണ്ടുമാണ് വിധിപേട്ടിൽ എനിക്ക് തന്ന ഗിഫ്റ്റ്. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവാം മേ ബി. അങ്ങനെ എനിക്ക് തന്ന 2 ഗിഫ്റ്റാണ്. അതിനകത്ത് അർത്ഥം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് കേട്ടോ, ഭയങ്കര വലുതാണ്. പിന്നെ ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒരു 5 മിനിറ്റത്തെ വീഡിയോ ഉള്ളൂ. ചെറുതായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വീഡിയോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് കിടന്ന് അസൂയ കൊണ്ട് കിടന്ന് തട്ടിട്ടാൻ മറിഞ്ഞ് നോക്കട്ടെ കൊട്ടി ഇപ്പിട്ട കൊട്ടി അങ്ങനെ അവിടെ രക്ഷപ്പെടരുത്, അത് ചെയ്യരുത്, അങ്ങനെ പാടില്ല, കിടക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കിടന്ന് ഓടി നടന്നിട്ടൊന്നും യാതൊരു കാര്യങ്ങളുമില്ല. സർവശക്തനായ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ലക്ഷ്യത്തിലാണ് ഈ ഒരു സ്റ്റെപ്പ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ദൈവിക ശക്തി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ ഏത് നെഗറ്റീവ്സ് വന്നാലും എന്ത് നെഗറ്റീവ്സ് വന്നാലും ഞാൻ ലക്ഷ്യം പൂർത്തീകരിച്ചേ എൻ്റെ കാലം പിന്നോട്ട് എടുത്ത് വെക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ബ്രാൻഡ്, എൻ്റെ പേര്, ആ ഒരു ബ്രാൻഡ് ജീവനോടെ ഉണ്ടെങ്കിൽ ഞാനത് പുറത്തിറക്കിയിരിക്കും. അതിന് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് കുറേ ദുഷ്മൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ആരുമായിട്ടൊരു മത്സരമില്ല, മാർക്കറ്റിൽ ഒരു വ്യക്തികളുമായിട്ട് മത്സരമില്ല, മാർക്കറ്റിലെ ഒരൊറ്റ പ്രോഡക്റ്റ് പോലും ഞാൻ കോപ്പി ചെയ്യാറില്ല. പിന്നെ ഫാബ്രിക്സ് ആണെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിന് ഫാബ്രിക്സ് പർച്ചേസ് ചെയ്യുന്നു. എൻ്റെ സ്റ്റാഫിനോട് അന്വേഷിച്ചാൽ അറിയാം, ഞാൻ എൻ്റേതായിട്ടുള്ള ക്രിയേഷൻ അതിലേക്ക് കൊടുക്കുന്നു. എൻ്റെ മാസ്റ്ററിനോട് തിരക്കിയാൽ അറിയാം. അങ്ങനെ ഞാൻ ഫുൾ ടൈം അതിനെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഓരോ ഡിസൈൻസ് ഉണ്ടാക്കുന്നു. ഓരോ രീതിയിൽ ഞങ്ങൾ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പെടുന്നു. അതാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു വരാനുള്ള കാരണം ഏത് രീതിയിലാണ് നമ്മളെ തകർക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിട്ട് പണി തരുന്ന ആൾക്കാർ വരെയുണ്ട്. ഏത് രീതിയിലാണ് എനിക്കിട്ടൊരു പണി തരേണ്ടത്, ഏത് രീതിയിൽ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് ജീവിച്ച കൂട്ടി നല്ല ചിന്തിക്കണത്. നമ്മൾ ആരുടെയും കാര്യം നോക്കാനോ ഒരു ചിന്തിക്കാനോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി കാശുണ്ടോ അല്ലെങ്കിൽ അവർക്ക് കാറുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇതുണ്ടോ, അതൊന്നും നമ്മൾ ആരുടെയും ചേർത്തേക്കാൻ സമയമില്ല. ഒരു തുള്ളി കൂടി എൻ്റെ ജീവിതത്തിൽ എനിക്ക്
സമയമില്ലാത്തൊരു വ്യക്തിയാണ്. ഒരു മീൻസ് ഒരു 5 മിനിറ്റ് കൂടി സമയമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ കിടന്ന് മരണപ്പണി എടുക്കുന്ന ഞാൻ. പിന്നെ ഇത്രയും കൊച്ചി പോലൊരു വലിയ നഗരം, ഈ നഗരത്തിനകത്ത് നമുക്ക് എന്ത് ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരമാണിത്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു നഗരമാണ്. നമുക്ക് എന്ത് അതായത് ഇപ്പം കണ്ടില്ലേ, ഞങ്ങൾ ഒരു വീട്ടിലൊരു റെസ്റ്റോറൻറ്റ് ഇട്ടിട്ട് എന്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന അറിയാമോ. എൻ്റെ മമ്മി ഞാനും കൂടി ഇപ്പം ഞാനില്ല, ഞാൻ രാവിലെ പോകും, അവൻ എൻ്റെ മമ്മിയാണ് എൻ്റെ പിന്നിൽ കിടന്ന് വർക്ക് ചെയ്യുന്നത് മൊത്തം. പിന്നെ എൻ്റെ നവാസ്, അവന് അറിയാലോ, എനിക്ക് ദൈവം തന്നൊരു മകനാണ്, എൻ്റെ ഒരു സ്റ്റാഫാണ്. അവൻ്റെ പേര് നവാഫ് എന്നാണ്. ഞാൻ നവാഫ് എന്നാണ് വിളിക്കുന്നത്, നാഫെ എന്നല്ലാതെ വിളിക്കുന്നത്. അവൻ്റെ ഒരു സപ്പോർട്ടും എൻ്റെ മമ്മീൻ്റെ കൂടെ ഉണ്ട്. പിന്നെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് മോംസ് കോർട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിട്ട് പോലും പണി തരുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതിനിട്ട് പോലും നമ്മളോട് ഉപദ്രവം ചെയ്യുന്നില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാർ പോസ്റ്റിനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ക്ലൗഡ് കിച്ചൺ ചെയ്യുന്നു. അവിടെ 19 പേര് വന്ന് ഫുഡ് കഴിക്കുന്നു. അതിനകത്തും ഒരു വിഹിതം ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും പോകുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും പട്ടിണി ഇല്ലാണ്ട് ജീവിക്കുന്നു. അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞ് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അരോചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. എൻ്റെ അവസ്ഥ ഞാൻ കുറച്ച് ആൾക്കാരെ ബോധിപ്പിക്കുന്നതാണ്. എൻ്റെ അവസ്ഥ ബോധിപ്പിച്ചതാണ്. അപ്പം എൻ്റെ ചാനലിലെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളൊരു കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ്. നമ്മളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ ഫെഡപ്പാവുന്ന ആളല്ല. ഇപ്പം എന്നെ ഫെഡപ്പാക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ഫെഡപ്പാവുന്ന ആളല്ല. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഞാൻ ഫെഡപ്പാവുന്ന ആളല്ല. എന്ത് കോപ്രായങ്ങൾ കാണിച്ചാലും ഫെഡപ്പാവുന്ന ആളല്ല. ഞാൻ തീ കുരുത്തതാണ്. കാരണം എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കൂടി ഞാൻ തീ കുരുത്ത് വന്നതാണ്. ബിസിനസ്സിൽ ഒരുപാട് പരാജയങ്ങളും ഒരുപാട് ലോസും കോടികൾ നഷ്ടപ്പെടുത്തിയും തിരിച്ചു പിടിച്ചും ഒക്കെ വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്നെ തകർത്ത് കളയുന്നതല്ല. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഉപദ്രവിക്കാതിരിക്കുക, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്നൊരു വീഡിയോ, ഒരു 10 മിനിറ്റിനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ കാരണം അതാണ്. ലൈവിൽ നിങ്ങൾ കാണണം എന്തൊക്കെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഈ നട്ടപ്പാതിരാക്കി തന്നെ വന്നിട്ട് പറയാനുള്ള കാരണം കേട്ടോ. ആരും ദയവ് ചെയ്ത് പിച്ചു എന്ന് വിചാരിക്കരുത്. പിന്നെ പുതിയതായിട്ട് വന്ന കസ്റ്റമർക്ക് നമ്മുടെ സാഹചര്യം അറിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഇത് എന്താണെങ്കിൽ പറയണമെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ എൻ്റെ സ്ഥിരമായിട്ടുള്ള ഏകദേശം ഒരു 1500ഓളം വ്യൂവേഴ്സ് ഉണ്ട് എനിക്ക് സ്ഥിരമായിട്ട്. അതിൽ ഏകദേശം ഒരു 10-200ഓളം പേര് എനിക്ക് എപ്പോഴും സ്ഥിരം മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണ്. അതിൽ ഒരു 10-15 പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ലക്ഷക്കണക്കിന് അതിലൂടെ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ വെച്ചിട്ട് എന്നെ 10-15ഓളം പേര് സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഞാൻ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബിസിനസ് ലോസിലേക്ക് വന്നപ്പോൾ ഞാൻ അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് പിന്നെ കരകയറിയെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇവിടുന്ന് പണിയെടുക്കുന്നത്. അത് അവരും കൺമുമ്പിൽ കാണുന്നുണ്ട്, എല്ലാവരും കൺമുമ്പിൽ കാണുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് നാടുകൂടി എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നല്ലേ. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കോൾ വന്ന് ഞാൻ അങ്ങനെ പോയി നോർത്ത് സ്റ്റേഷനിൽ പോയിട്ട് സാർ സംസാരിച്ച സമയത്ത് സാർ എന്നോട് ചോദിക്കുക, എൻ്റെ പൊന്നു രചിത, ഇത് എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ട് നടക്കണേ, ഇത്രയും സ്ട്രെസ് ഒക്കെ എങ്ങനെയാ കൊണ്ട് നടക്കണേന്ന് ആ സാറ് കൂടെ എന്നോട് ചോദിച്ചു. എങ്ങനെ സാധിക്കുമോ? കാരണം അത്രയും സ്ട്രെസ് ഉണ്ട് എനിക്ക്, അത്രയും വലിയ ഹെഡേക്സ് ഉണ്ട് എനിക്ക്. പക്ഷെ ഇതെല്ലാം ഞാൻ സൈലന്റ് ആയിട്ട് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ കൂൾമായിട്ടാണ് മാനേജ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ചെയ്തേ പറ്റൂ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തോൽപ്പിക്കാമെന്ന് വിചാരിക്കണം. തോൽപ്പിക്കാമെന്ന് വിചാരിക്കേ വേണ്ട, തോൽക്കത്തുമില്ല. അത് 102% തോൽക്കില്ല, 200% തോറ്റു കൊടുക്കില്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്ന ആ മഹാശക്തിക്ക് മുമ്പിൽ മാത്രമേ ഞാൻ തോറ്റു മുട്ടുമടക്കുള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞ ഈ ഇതിനായിട്ട് മുമ്പിൽ ഞാൻ തോറ്റു മടങ്ങില്ല. മടങ്ങാന്നുള്ള വിചാരണവും വേണ്ട. വിചാരവും വേണ്ട. അപ്പൊ അതുകൊണ്ട് ദൈവം ചെയ്ത കാണുകയാണെങ്കിൽ എന്നല്ല, ഡെഫിനറ്റ്ലി ഒരു 10 പേര് കൃത്യമായിട്ട് കാണുക ഈ വീഡിയോ. എല്ലാവരും കാണുക. എനിക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന സകല ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണാൻ പോയില്ല. അതുകൊണ്ട് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ജീവിക്കുന്നവരും ജീവിക്കട്ടെ, ഉപദ്രവിക്കാതിരിക്കുക. എങ്ങനെയെങ്കിലും ഒരു 2-3 വർഷം കുഴഞ്ഞ് കയറി എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ആയിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സെറ്റിലാക്കണം. അത്യാവശ്യം ഞാൻ കാര്യം അടുക്കുന്നുണ്ട്, അടുപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് അടുപ്പിച്ചേ പറ്റൂ. ഞാൻ കയറിയിരിക്കുന്ന തോണിയിൽ എനിക്ക് ആടി ഉള്ളിയും നിരമാലകൾ അതിച്ചു കയറി വരും, കാറുണ്ടാവും, കോളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവണമുണ്ട്. പക്ഷേ അതിലൊക്കെ മറികടന്ന് എനിക്ക് ആ തോണി നീന്തി അക്കര, എൻ്റെ നീന്തിയല്ല തോണി തുഴഞ്ഞ് എനിക്ക് അക്കരെ എത്തിയേ മതിയാവും.
അതിന് വരുന്ന തടസ്സങ്ങളെല്ലാം ഞാൻ വെട്ടി നീക്കും. അതിനി എന്ത് തന്നെ വന്നാലും അതെല്ലാം വെട്ടി നീക്കി ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഹേറ്റേഴ്സ് എന്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ കമന്റ്സ് ഇട്ടോ, കമന്റ്സ് ഇട്ടോ, എന്ത് വേണമെങ്കിലും കമന്റ്സ് ഇട്ടോ. എനിക്ക് സത്യസന്ധമായിട്ടുള്ള കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കും. സത്യസന്ധമല്ലാത്ത കമന്റുകളാണെങ്കിൽ എന്താണ് ശത്രുതയുള്ള എന്താണോ കമന്റ്സ് ചെയ്യുന്നത് അത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നേക്കും. അങ്ങനെയായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ദൈവത്തോട് ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുക, അത് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മനസ്സിന്റെ നന്മയും നമ്മുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമാണ് സർവശക്തനായ ദൈവം എറണാകുളം പട്ടണത്തിനകത്ത് ഇങ്ങനെ ഒരു ലെവലിൽ കൊണ്ട് എത്തിച്ചതും. 3 മാസം കൊണ്ട് കൂട്ടിക്കെട്ടി പോകുന്നു പറഞ്ഞു, 6 മാസം കൊണ്ട് കൂട്ടിക്കെട്ടി പോകുന്നു പറഞ്ഞ സ്ഥാനത്ത് സർവശക്തനായ ദൈവം 8 മാസം കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഒരു ഹോൾസെയിൽ ഔട്ട്ലെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യവും സർവശക്തനായ ദൈവം തന്നു. അതിൻ്റെ പ്രൊഡക്ഷൻസ് നടക്കുന്നു, 3 യൂണിറ്റിൽ വർക്ക് നടക്കുന്നു, നമ്മുടെ ഷോപ്പിൽ വർക്ക് നടക്കുന്നു. അങ്ങനെ എല്ലാ ഭാഗ്യങ്ങളും സർവശക്തനായ ദൈവം തമ്പുരാൻ തരുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. നമ്മുടെ ഏറ്റവും വലിയ ഹാർഡ് വർക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇറങ്ങിയ സംരംഭം എനിക്ക് വിജയിപ്പിച്ചേ പറ്റും. എൻ്റെ ആവശ്യമാണ്. എന്നെ താഴ്ത്തിക്കെട്ടിയവരുടെ മുമ്പിൽ, എന്നെ പറഞ്ഞവരുടെ മുമ്പിൽ, അപവാദം പറഞ്ഞ് പരത്തി നടക്കുന്നവരുടെ മുമ്പിൽ അതിനെ വിജയത്തിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അതെൻ്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് വിട്ടുപിടിക്കുക. നമ്മളെയൊക്കെ വിട്ടുപിടിക്കുക. നമ്മളെങ്ങനെ ജീവിക്കുക? പെണ്ണല്ലേ, പോട്ടെ, പിഴക്കട്ടെ എന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും പോയി കിടന്ന് ജീവിക്കട്ടെ എന്ന് വിചാരിക്കുക. ഓക്കെ. ഓരടുത്ത് ക്ഷമിക്കുക. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.